ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ പേര് തന്നെ വളരെ വ്യത്യസ്തമാണ്. കരിങ്കാളൻ അല്ലെങ്കിൽ പപ്പടക്കാളൻ. ഈ കാളൻ ഉണ്ടാക്കാൻ നമ്മൾക്ക് തേങ്ങയോ തൈരോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പണ്ടത്തെ പാലക്കാടിലെ പഴയ തറവാടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണത്രേ, വളരെ പണ്ട് കാലത്ത്. എൻ്റെ മുത്തച്ഛയുടെ കാലത്ത് എൻ്റെ വീട്ടിലും ഇത് സ്ഥിരം ഉണ്ടാക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ കാഞ്ഞിരപ്പുഴയിലെ എൻ്റെ ചെറിയമ്മയാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പോൾ ചെറിയമ്മ പറഞ്ഞു തന്ന അതേപോലെ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ചേനയും ഒരു കഷ്ണം ഇളവനാണ്, ഒരു കഷ്ണം കുമ്പളങ്ങ, പിന്നെ ഒരു സ്പൂൺ കുരുമുളകും 2-3 വറമുളകും കൂടി നമുക്കിതിന് വേണം. പിന്നെ ഒരു 3-4 പപ്പടം, പിന്നെ വറുത്തിടാൻ കടുകും ഉലുവയും, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയുമാണ് നമുക്കിതിന് വേണ്ടി വരുന്നത്. അപ്പോൾ വരൂ, നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ ചേനയുമായിട്ട് അത്രയ്ക്ക് ഫ്രണ്ട്ലി അല്ല കേട്ടോ. അത് കാരണം ഞാൻ ഈ കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ടാണ് ഈ ചേന ഞാൻ അരിഞ്ഞെടുത്തത്. ഇത് നമുക്ക് കാളൻ അരിയുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. നന്നായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ചില ചേനയ്ക്ക് വേവ് കൂടുതൽ, കുറച്ച് വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് 2-3 വിസിൽ കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ നമ്മൾക്കിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തി കൊടുക്കണം. ഈ കറിക്ക് നമുക്ക് വേറെ ഒരു മസാലയും ആവശ്യമില്ല. നമ്മളിതിനകത്ത് മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമ്മൾക്ക് വേണ്ടത് 1 സ്പൂൺ കുരുമുളകും 2 വറമുളകുമാണ്, ഉണക്കമുളക്. ഇത് 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്ത് കോരി വെക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തരിതരിപ്പായിട്ട് അരച്ചും എടുക്കണം. ഇനി ഒരു 4 പപ്പടം ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആവശ്യമാണ്. ഇതല്ലാതെ നമുക്ക് തൈരോ തേങ്ങയോ ഒന്നും തന്നെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് ശരിക്കും എല്ലാവരും മറന്നുപോയൊരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ റെഫറൻസിന് വേണ്ടി ഞാൻ ChatGPTയിലും യൂട്യൂബിലും എല്ലാം സെർച്ച് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ കറി ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ. അതെങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, ഇത് തന്നെയാണോ പേര് എന്നൊക്കെ. കഷ്ണം വേവുന്ന നേരം കൊണ്ട് ഞാൻ ഈ പപ്പടം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ നന്നായി വെന്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേനയും നന്നായി വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1-2 തവണ വീട്ടിലുണ്ടാക്കി കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് യൂട്യൂബിൽ എൻ്റെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണമെന്ന്. സംഗതി അടിപൊളി ഉഗ്രനാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കാളൻ്റെയോ രസത്തിൻ്റെയോ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. കുരുമുളകാണ് കൂടുതൽ മുന്തി നിൽക്കുന്നത്. അത് കാരണം തന്നെ കുരുമുളക് ചേർക്കുന്നതുകൊണ്ടാണ് രസത്തിൻ്റെയും നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിന്. കാളൻ്റെ സ്മെല്ലും ഉണ്ട്. നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണിത്. എന്തിനാണാവോ ഈ കറിക്ക് ഇങ്ങനൊരു പേരിട്ടത്? മറ്റേ സാധാരണ നമ്മുടെ കാളൻ്റെ അത്ര ഗ്ലാമർ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ ടേസ്റ്റിൽ ഒട്ടും പിന്നിലല്ല കേട്ടോ. കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിന് ചെറിയൊരു ഡാർക്ക് കളറാണ്. അതുകൊണ്ടായിരിക്കും ഈ കരിങ്കാളൻ എന്നൊക്കെ പേര് വന്നത്. എന്തായാലും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല ചൊടിയിലുണ്ടാക്കാവുന്നൊരു കറിയാണിത്. അപ്പം നമ്മളുടെ കഷ്ണം ഇപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഉപ്പും കറിവേപ്പിലയെല്ലാം ചേർത്ത് കൊടുത്തിരുന്നു അതിൽ. ഇപ്പോൾ നമ്മൾ അരച്ചു വെച്ച കുരുമുളകും വറമുളകും കൂടെ അരച്ച മസാല പൊടി ഇതിലേക്ക് ചേർത്തി കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നോട്ടെ കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല മണമാണ്, നല്ല കുരുമുളകിൻ്റെ മണമാണ് വരുന്നുണ്ട്. നല്ല രസത്തിൻ്റെയൊക്കെ അതേ ഒരു ഫീലും കിട്ടുന്നുണ്ട്. നല്ല മണമാണ് ഈ കറിക്ക്. അപ്പോൾ ഇത് കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കഷ്ണമൊക്കെ നന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായി വേവുന്ന ചേന തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ കറി ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ പപ്പടം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഉലുവയും കൂടി കറിവേപ്പിലയും കൂടി വറുത്ത് ഇതിൻ്റെ പുറത്തേക്ക് കൊട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കണം. ഇതിന് മുൻപ് ഈ കറിയെ പറ്റി വല്ല കേട്ടുകേൾവി നിങ്ങൾക്കുണ്ടായിരുന്നു, ഉണ്ടാക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ അല്ലേ?